എല്ലാവർക്കും നമസ്കാരം. ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എനിക്കും എൻ്റെ വീട്ടിൽ കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. കുറേ വർഷങ്ങളായി തുടങ്ങിയൊരു ഹോബിയാണെന്ന് പറഞ്ഞാൽ അത് ജീവിതചര്യയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ തന്നെ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് പലരും കണ്ടാൽ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സമയം തള്ളി നീക്കുന്നതെന്ന്, മറ്റ് ജോലികൾക്കൊന്നും പോകാറുണ്ടോ എന്ന്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് സമയം പോരാന്നാണ്. കാരണം ഇവയോടൊന്നിച്ചുള്ള സഹവാസം നമുക്ക് ഏറെ മനസ്സമാധാനം, അതോടൊപ്പം തന്നെ സന്തോഷം ഒക്കെ പ്രദാനം ചെയ്യും. സംഗീതവും ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക ഉത്തേജനമുണ്ടല്ലോ, അതനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്നെപ്പോലെ ഇതിഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കായി ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചെടി അരയില്ലിയാണ്. കാരണം എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഒരു ഇലച്ചെടിയാണ് അരയില്ലിയ വിഭാഗത്തിൽപ്പെട്ട ചെടികൾ. ഇത് പല രീതിയിലുള്ളതുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വെറൈറ്റിയാണുള്ളത്. ഒന്ന് ഈ പച്ച നിറത്തിലുള്ള ഗോൾഡൻ അരയിലിയ, അല്ലെങ്കിൽ ബോൾ അരയിലിയ എന്നറിയപ്പെടുന്നതും, മറ്റൊന്ന് വൈറ്റ് അരയിലിയാണ്. കാരണം ഇതിന് കൂടുതൽ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. വെള്ളം നനയ്ക്കുക, ഇടയിൽ എപ്പോഴെങ്കിലും അല്പം ചാണകപ്പൊടി അതിൻ്റെ ചുവട്ടിൽ അല്പം മണ്ണ് നീക്കി ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമുക്ക് ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ടായാൽ തന്നെ അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് ചെടികളുണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രാവശ്യം വാങ്ങിച്ചതായിരുന്നു. പക്ഷേ അന്നൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് പരിപാലിക്കേണ്ട വിധം അറിയില്ല. പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വലിയ എഫേർട്ടുള്ള കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെറിയ ചെടികളായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. വളരെ നമ്മൾ ഒരു കമ്പ് മറിച്ച് നട്ട് അതിന് 2-3 മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ ട്രിം ചെയ്യാൻ തുടങ്ങും. അപ്പോഴെന്ത് ചെയ്യും, വീണ്ടും വീണ്ടും പുതിയ കമ്പുകളും പുതിയ തളിരിലകളും ഒക്കെ വന്നിട്ട് അത് വലുതാവാൻ തുടങ്ങും. ഇച്ചിരി കൂടി വലുതാവുമ്പോൾ വലിയ പോട്ടുകളിലേക്ക് അത് റീപ്ലാന്റ് ചെയ്യുമ്പോഴും മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ ഒരുപാട് വളങ്ങളൊന്നും ചേർത്തൊന്നും ചെയ്യേണ്ട, അല്പം ചാണകപ്പൊടിയും മണ്ണും മാത്രം ചേർത്തിട്ടുള്ള വെള്ളം ഒഴുകി പോകുന്ന രീതിയിലുള്ള പോട്ടുകളിൽ നട്ടു കൊടുത്താൽ മതി. വലുതാകുന്നതനുസരിച്ച് വലിയ വലിയ പോട്ടുകളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 3 മാസം പ്രായമുള്ള ചെടിയാണ് ഈ സംഭവം. ഞാൻ എൻ്റെ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്യുമ്പോൾ പറിച്ച് നട്ടതാണ്. ഇതൊക്കെ ഒരു 3 മാസം പ്രായമുള്ള ചെടികളാണ്. ഇതൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ തന്നെയല്ല, ഇതിനു മുമ്പേ തന്നെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രിം ചെയ്യുന്നത്. ഈ പ്രായത്തിൽ തന്നെ ട്രിം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വലുതായി വരുമ്പോൾ അതിൻ്റെ നല്ല ഭംഗിയുള്ള ഷേപ്പിലേക്ക് മാറ്റാൻ സാധിക്കും. അത്രയാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. അതൊന്ന് വേണ്ട, കുറച്ചുകൂടെ ഏതാണ്ട് ഒരു വർഷം പ്രായമുള്ള ഒരു ചെടിയാണിത്. നല്ല പച്ചപ്പുണ്ട് ആ ചെടിക്ക്. ആ ചെടി നന്നായി ഒന്ന് ട്രിം ചെയ്ത്, നമ്മൾ സാധാരണ ഈ ചെടിയൊക്കെ ട്രിം ചെയ്യാൻ നമുക്ക് വലിയൊരു പ്രയാസമുണ്ട്. കാരണം വളർന്നു വരുന്ന ചെടിയെ മുറിച്ച് കളയുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ചെടി ഭംഗിയായി നിൽക്കണമെങ്കിൽ അത് ട്രിം ചെയ്യണം. കാരണം കൂടുതൽ ഇലകളും പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഭംഗിയുണ്ടാവും. അല്ലാത്ത ഇത്തരം ചെടികൾ ഞാൻ കണ്ടിട്ടുണ്ടോ? പലരുടെയും വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ പൂന്തോട്ടങ്ങളിൽ തന്നെ കാണാറുണ്ട്. ശ്രദ്ധിക്കാതെ വെറുതെ അങ്ങോട്ട് വളർന്നങ്ങോട്ട് പോകും. അത് കാണാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭംഗിയുണ്ടാവില്ല. ആദ്യം എനിക്കും അങ്ങനെ പോയിട്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു യൂട്യൂബ് വീഡിയോ കാണാൻ വേണ്ടിയായത്. ഇതുപോലെ ട്രിം ചെയ്ത് വെച്ചാൽ ഭംഗിയായിരിക്കും. അങ്ങനെയാണ് ഒരു 3 വർഷം മുമ്പേ ഞാൻ ഇത്തരം ചെടികൾ കമ്പ് നട്ട് വളർത്താൻ തുടങ്ങിയത്. ഒരുപാട് കമ്പ് നട്ടപ്പോഴാണ് പിടിച്ച് കിട്ടിയത്. പിടിക്കാൻ പ്രയാസമൊന്നുമില്ല. വെള്ളം നനയ്ക്കണം. വേനൽക്കാലത്ത് നട്ടാൽ കുറച്ച് വെള്ളം കൂടുതൽ നനച്ചു കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ എല്ലാ വർഷങ്ങളിലും പുതിയ കമ്പുകളൊക്കെ നട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ സ്നേഹിക്കുന്ന അത്യാവശ്യക്കാരൊക്കെ വന്നാൽ ഞാനവരൊന്ന് കൊടുക്കും. പിന്നെ വെറുതെ പക്ഷേ നല്ല രസമുണ്ടല്ലോ ഒന്നെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം അവരുടെ സംസാരത്തിൽ കേവലം അത് കാണുമ്പോഴുള്ള കൗതുകം മാത്രമാണ്. അത്രക്കാർക്കൊന്നും കൊടുത്തു വിടുന്നില്ല. കാരണം നമ്മൾ വേര് പിടിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. ഇത്ര ചെടികളിൽ വേരൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. അത് മണ്ണിൽ നട്ടാൽ തന്നെ വേര് പിടിച്ച് കിട്ടുന്ന കാര്യമാണ്. ഉണ്ടോ? ഇതിനിയും ഒരു മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ട്രിം ചെയ്യുക. അപ്പോൾ കുറച്ച് കൊടുത്താൽ ഒരു വലിയ ചെടിയാണ്. ഇതൊരു ഏതാണ്ട് 1.5 വർഷം 2 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ കുറച്ച് നമ്മൾ ട്രിം ചെയ്ത് വെച്ചാൽ തൊട്ടടുത്ത് കാണുന്ന 3 വർഷം പഴക്കമുള്ളതാണ്. ആ ചെടിയൊക്കെ എനിക്ക് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ മഴയത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്ന് പറഞ്ഞാൽ നല്ല മഴ കൊള്ളാൻ പാടില്ല ഈ ചെടിക്ക്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല മഴയാണെങ്കിൽ ആ വെള്ളം അതിൽ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് അഴുകിപ്പോകാൻ ചാൻസ്. ഒരു ഭാഗത്ത് അഴുകിപ്പോയാൽ പിന്നെ എല്ലാ ഇലകളും മുഴുവൻ അങ്ങ് ദ്രവിച്ചു പോകും.
അങ്ങനെ ഒരു 3-4 ചെടി എനിക്ക് സംഭവിച്ചു. ആ ചെടികളൊക്കെ അത് വീണ്ടും ഞാൻ വീണ്ടെടുത്തതാണ്. അതൊക്കെ ഞാൻ വീണ്ടും കട്ട് ചെയ്തു. അതൊക്കെ പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മഴയത്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അത് ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇനി 1-2 പ്രാവശ്യം കഴിയുമ്പോഴേക്ക് പഴയ സ്റ്റേജിലേക്ക് എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് എത്ര വലിപ്പത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഇനിയിപ്പോൾ പോട്ട് ഇത് വലുതായി വരുമ്പോൾ വലിയ വലിയ പോട്ടിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ ഒരു കമ്പിലുണ്ടാക്കിയ ചെടികളാണ്. ഇതൊക്കെ ഒറ്റ കമ്പിൽ വളർന്നു വരുന്ന ചെടികളാണ്. ഇപ്പോഴും ഞാൻ വളർന്നത് ഒരുപാട് കമ്പുകൾ, 4-5 കമ്പുകൾ ഒന്നിച്ച് നാട്ടി വെച്ചിട്ടാണ് ഇപ്പോഴുണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു കിട്ടും ഈ പോട്ടിലേക്ക്. ഇതിപ്പോൾ അത് ഒറ്റ കമ്പിലുള്ള ചെടിയാണ്. ഒരു കമ്പ് മാത്രമേ ഞാൻ നട്ടിട്ടുള്ളൂ, അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇന്ന് നട്ട് നാളെയൊന്നും അതിന് വരില്ല. കാരണം ഒരു 2 ആഴ്ചയെങ്കിലും കഴിയും ഇത്തരം ചെടികൾക്ക് പിന്നെ പുതിയ തളിരുകൾ ഇലകളൊക്കെ വരുന്നതിന് വേണ്ടി. അതുവരെ കാത്തു നിന്നാൽ നമുക്ക് ഭംഗിയുള്ള ചെടി ഉണ്ടാക്കാമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ചെറിയ ചെടികളാണ് ഈ വലിയ ചെടികളായിട്ട് മാറിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ മഴയത്ത് വെച്ചേക്കരുത്. കാരണം അഴുകിപ്പോകാം. അതോടൊപ്പം തന്നെ ഈ ഷേപ്പും കിട്ടില്ല. ഈ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ഷേപ്പൊക്കെ മാറി അങ്ങോട്ട് പോകും. അതുകൊണ്ട് വലിയ മഴയത്ത് വെക്കുക. ചാറ്റൽ മഴയൊന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ കഠിനമായ വെയിലത്ത് വെച്ചേക്കരുത്. കഠിനമായ വെയിലത്ത് വെച്ചാൽ ഉണങ്ങിപ്പോകാം. മാത്രമല്ല ഈ പച്ചപ്പ് കിട്ടില്ല. ഇത്രയും നല്ല പച്ചപ്പ് മഴക്ക് കിട്ടത്തില്ല. പിന്നെ ഈ ചെടിക്ക് കിട്ടില്ല. മഞ്ഞളിപ്പ് വരും കേട്ടോ. അപ്പോൾ ഈ പച്ചിലകൾ നന്നായി നല്ല പച്ച കളർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എപ്സം സാൾട്ട് ഉണ്ടല്ലോ, അത് വളപ്പൊടികൾ കിട്ടുന്ന ഒരു വളമാണ്. മഗ്നീഷ്യം സൾഫേറ്റ്. അത് 1 കിലോന് 30 രൂപയോ മറ്റേ ഉള്ളൂ. അത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാവുന്ന ഒരു വളമാണത്. കൂടുതൽ കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായി കലക്കുക. എന്നിട്ട് ചെടികളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഇനമാണ് വൈറ്റ് അരേബ്യ എന്ന് പറയുന്നത്. ഇത് നേരത്തെ കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതും ഇങ്ങനെ ഒരു 4-5 ചെടികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. മഴയായിരുന്നു വില്ലൻ. ഇപ്പോൾ അതിൻ്റെ പുറകിൽ കാണുന്നത് അത് ഒരു മദർ പ്ലാന്റാണ്. അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഈ ചെറിയ ചെടികൾ ഞാൻ ഉണ്ടാക്കുന്നത് ഉണ്ടോ. ഇതും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. മറ്റതുപോലെ കൃത്യമായിട്ടത് വളർന്നു വരാൻ പ്രയാസമായിരിക്കും. വരാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ ഒരു ദാക്ഷിണ്യമില്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരു 2 ആഴ്ച കൊണ്ട് വീണ്ടും പുതിയ ഇലകൾ തളിർക്കുകയും അത് വളരെ മനോഹരമായിരിക്കുകയും ചെയ്യും. കട്ട് ചെയ്ത ഉടനെ നോക്കുകയാണെങ്കിൽ വലിയ ഭംഗിയൊന്നും കാണില്ല. കാരണം അതിൻ്റെ അകത്തുള്ള മഞ്ഞളിച്ച ഇലകളൊക്കെ കാണുമല്ലോ. കട്ട് ചെയ്ത് ട്രിം ചെയ്ത് നമുക്ക് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പിന്നെ കൊള്ളാവുന്ന രീതിയിൽ മനോഹരമായി കാണാവുന്ന രീതിയിലേക്ക് മാറും. അത് ഇങ്ങനെ ഇത് മുമ്പേയുള്ള കുറേ ചെടികളുടെ ഫോട്ടോ ഞാൻ നേരത്തെ മുമ്പിലിട്ടിട്ടുണ്ട്. പിറകിലും ഞാനിടാം, അതിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ രൂപത്തിലേക്ക് ഇതൊക്കെ മാറി വരുമെന്നാണ് പ്രതീക്ഷ. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയാണ് എന്നെ പറ്റിച്ചത്. അത് കുറച്ചൊരു കെയർലെസ് ആയിപ്പോയി ആ സമയത്ത് എന്നുള്ളത് കൊണ്ടാണ്. ആ സമയത്ത് എനിക്ക് കുറേ പൂക്കളുള്ള ചെടികളുണ്ടായിരുന്നു. അതിനൊക്കെ എനിക്ക് ഞാൻ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ ഇതിനെ കൊണ്ടുവെക്കാൻ എനിക്ക് സ്ഥലമില്ലാതായിപ്പോയി. അങ്ങനെ തെങ്ങിൻ്റെ ചുവട്ടിൽ വെച്ചത്. ആ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ശക്തമായി വെള്ളം വീണ് കുറേയൊക്കെ അഴുകിപ്പോയി. പിന്നെ ആ മഴക്ക് നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റാതൊരു മടി പിടിച്ചു. അങ്ങനെയാണ് സംഭവം. എങ്കിൽ പോലും തിരിച്ചെടുത്തിട്ടുണ്ട്. ചെടികളൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വൈറ്റ് അരേലിയുടേത് മാത്രമേ 2-3 ചെടികൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഗ്രീൻ അരേലിയൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ ആദ്യമൊക്കെ ചെടി നടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ കെയറൊന്നുമില്ലാതെ ആദ്യം തുടങ്ങാൻ പറ്റാവുന്ന ചെടികളിലൊന്നാണ്. കാരണം ഇലകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. പിന്നെ കുറേ ആളുകളൊക്കെ എന്തൊക്കെയോ പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് അങ്ങനെയൊന്നും ഇല്ല. ഇത് ഒരു ഈ ചെടിയൊക്കെ വളർത്താൻ വലിയ കെയറൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ പിന്നെ അതിനുള്ള ഒരു മനസ്സുണ്ടാവണം, താല്പര്യമുണ്ടാകും. അതുകൊണ്ട് അരേലിയ ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.